Hi beautifuls, welcome back to my channel. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ വെച്ചാൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കോഫി മാസ്ക് ആണ്. ഞാൻ കോഫി കൊണ്ടുള്ള ഫേഷ്യലാണ് ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മൈ നെയിം ഈസ് ജാൻസി, ഞാൻ ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നത് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഇതുപോലെ ബൗളെടുത്ത് ഇനി ഞാനൊരു കോഫി പൗഡർ ഇടാണേ. എൻ്റെ ഇരിക്കുന്ന ബ്രോൻ്റെ കോഫി പൗഡറാണ്. ഞാൻ അതിനകത്ത് 1 ടീസ്പൂണ് കോഫി പൗഡർ ഇട്ടു. 1 ടീസ്പൂൺ കോഫി പൗഡർ. അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയുടെ പൊടിയാണ്. പഞ്ചസാര പൊടിച്ചതോ പൊടിക്കാത്തതോ നമുക്ക് ചേർക്കാം. എൻ്റെ ഇത് ഫേസിന് പറ്റിയത് ഞാൻ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഒരു ഹാഫ് നാരങ്ങ ചേർക്കാം. അടുത്തത് വെച്ചാൽ റോസ് വാട്ടറാണ്. അതൊരു കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയേ. ഒരു 4 സ്പ്രേ അടിച്ച് കേട്ടോ. ഇത് ഞാൻ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതാണ് ഞാൻ ഇനി ക്ലെൻസ് ചെയ്യാൻ പോകുന്നത്. to 10 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് മസാജ് ചെയ്തതിനു ശേഷം നമുക്കിത് നന്നായിട്ട് അബ്സോർബ് ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം. നല്ല ക്ലെൻസ് ആയിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കൈനിന്ന് താഴെയുള്ള ഐസ് പാക്ക് ഒരെണ്ണം ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പൊ അതിനൊരു ചെറിയ പൗളെടുത്തു. 1/2 ടേബിൾ സ്പൂൺ മതി നമ്മുടെ കോഫി പൗഡർ. പച്ചപ്പാല് മതി നമുക്ക്. അതിനകത്ത് 1/2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ പോലുമില്ല. കണ്ണിന്റെ താഴ്വശത്ത് ചേർക്കാനല്ലേ. നമ്മുടെ കണ്ണിന്റെ താഴ്വശം നല്ല നേർത്ത ഒരു ഇതാണ്. അപ്പൊ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് വേണം ചെയ്യാൻ. കണ്ടോ, ഇതേപോലെ നല്ല പാലും പച്ചപ്പാലും കോഫിയുടെ പൗഡറും കൂടാണ്. ഞാൻ കണ്ണിൻ്റെ താഴ്വശത്ത് ഇങ്ങനെ ഒരു ഐ പാക്ക് പോലെ ചെയ്ത് കൊടുക്കണം. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ മസാജ് ചെയ്യാവും. 5 to 10 മിനിറ്റ് വെച്ചാൽ മതി. ഒരുപാട് നേരം വെക്കണ്ട. ഇങ്ങനെ തേച്ചിട്ട് കിടക്കുന്നത് നല്ലതായിരിക്കും. വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യണം. പിന്നെ കുറച്ച് വെള്ളം എടുക്കുക. അതിനുശേഷം ലൈറ്റ്ലി നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റിയാൽ മതി. ഒരു പാക്ക് ഉണ്ടാക്കാം. സെയിം ഒരു ചെറിയ സ്പൂണിനകത്ത് 1/2 ടേബിൾ സ്പൂണ് കോഫി പൗഡർ ഇട്ടു. 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. ഞാനൊരു തൈര് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള കടലമാവിൻ്റെ പൊടിയാണ്. അതും 1 ടേബിൾ സ്പൂൺ നമുക്ക് ഉപയോഗിക്കാമേ. 1 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും തൈര് ചേർക്കാവേ. ഒത്തിരി തിക്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തൈര് ചേർക്കാം. ഇച്ചിരൂടെ ചേർത്ത് നമ്മുടെ ഫേസ് ആകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ കഴുത്തും കൂടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഫേസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കഴുത്തും കൂടെ സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. നല്ലതായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. ക്ലെൻസ് മാത്രം ചെയ്താലും വളരെ സോഫ്റ്റ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും, ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു പാർട്ടിക്ക് പോകണമെങ്കിൽ പോലും നമ്മൾ ഈ നാരങ്ങയും പഞ്ചസാരയുടെ പൊടിയും കോഫിയും കൂടെ ഒന്ന് ചേർത്ത് വെറുതെ ക്ലെൻസ് ചെയ്താൽ മതി. വളരെ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാം. ഇത് ഫുള്ളായിട്ടൊരു
ക്ലെൻസിങ്, സ്ക്രബ്, പാക്ക് ഇങ്ങനെ 3 ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇത് 3ഉം ഒന്നിച്ച് തന്നെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ പാക്കായിട്ടും ചെയ്യാം, സ്ക്രബായിട്ടും ചെയ്യാം, ക്ലെൻസ് ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. കോഫിയുടെ ഈ ഒരു പാക്ക് സൂപ്പറാണ്. ഇതൊരു 20 മിനിറ്റ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഡ്രൈ ആകാൻ വെക്കത്തില്ല, അതിന് മുമ്പ് വാഷ് ചെയ്യണം. എന്റെ ഫേസ് നേരത്തെ ഒത്തിരി ബ്രൈറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം പറയുക എന്റെ അഭിപ്രായങ്ങൾ. അപ്പൊ അഭിപ്രായങ്ങൾ എനിക്ക് കമന്റ്സ് ബോക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി ഒരു മാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു പ്രോഡക്റ്റും പുതിയൊരു മാസ്കുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.